ഹായ് ഫ്രണ്ട്സ്, ട്രൈംഫ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു 3-4 ദിവസത്തേക്ക് മുമ്പ് നമ്മുടെ മാരുതിയുടെ ഷോറൂമിൽ നിന്നും, അതായത് സർവീസ് സെൻറ്ററിൽ നിന്നും വാഹനത്തിന് ഒരു ഫ്രഷ് ലുക്ക് നൽകാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു കോൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇൻഷുറൻസ് വെച്ചിട്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും സ്ക്രാച്ചോ പിന്നെ ഡെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കോള്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ സർവീസ് സെൻറ്ററിലേക്ക് വാഹനം കൊടുത്തു വിട്ടു. ക്യാഷ്ലെസ് ആയിട്ടാണ് അവർ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ സർവീസ് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം രാത്രി നമുക്ക് വാഹനം കിട്ടിയിട്ടുണ്ടായിരുന്നു. സർവീസൊക്കെ കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞതിൽ നിന്നും ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് വാഹനം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ച് തന്നത്. അതായത് 3 ദിവസം കൊണ്ട് പണി കഴിയില്ല, ഒരു ദിവസം കൂടി വേണമെന്ന് പറഞ്ഞിട്ടും അപ്പോൾ കുറച്ചുകൂടി സമയം കൊടുത്ത് ഓക്കെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് അവർ സർവീസ് എല്ലാം കഴിഞ്ഞ ദിവസം രാത്രി വാഹനം ഇവിടെ കൊണ്ട് തന്നു. രാത്രി ആയതിനാൽ തന്നെ കൂടുതലായിട്ടൊന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും അകത്ത് ഇൻറ്റീരിയറിൽ കംപ്ലീറ്റ് ഇവർ പോളിഷ് ചെയ്തിട്ട്, അതായത് പെയിൻ്റൊക്കെ റബ്ബ് ചെയ്ത് കംപ്ലീറ്റ് പെയിൻറ്റിൻ്റെ പൊടിയും പ്രശ്നമായിട്ട് കിടക്കുകയാണ്. AC-യുടെ ക്യാബിൻ ഫിൽറ്ററൊക്കെ തുറന്ന് നോക്കിയ സമയം അതിനകത്തുള്ള ബോക്സ് കറക്റ്റായിട്ട് ലോക്ക് പോലും ചെയ്തിട്ടില്ല. ഒരു പ്രമുഖ വാഹന ഷോറൂമാണ് മാരുതിയുടെ. അപ്പോൾ ഏതാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും അവരെ വിളിച്ചിട്ടുണ്ട്. അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൻ്റെ ബാക്കി ക്ലിയർ ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ എന്തായാലും കമ്പനിയുടെ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ വർക്ക് ക്ലിയറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ഏതാണ് ആ കമ്പനി എന്നൊക്കെ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാ സർവീസ് സെൻറ്ററുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഡീലർമാർ വണ്ടി നമുക്ക് തരുന്നു, അത് കഴിഞ്ഞ ശേഷം സർവീസാണ് മൊത്തം കുളമാക്കി കയ്യിൽ തരുന്നത്. ആദ്യത്തെ സർവീസുകളൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. ഇവർക്ക് വാഹനങ്ങളുടെ തിരക്ക് കൂടുമ്പോഴത്തേക്കുമാണ് നേരെ ചൊവ്വേ ചെയ്ത് തരാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ക്ലെയിം ചെയ്യുന്ന കാര്യമായിരുന്നാലും നമ്മുടെ ബോണസ്, ഇൻഷുറൻസിൻ്റെ ബോണസ് കട്ട് ചെയ്തിട്ടാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് തരുന്നത്. നമ്മൾ ഇൻഷുറൻസ് ഫുൾ ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഒക്കെ അടച്ചിട്ട് ഇതുപോലുള്ള ക്ലെയിമുകൾ, ചെറിയ ക്ലെയിമുകളാണ്, വലിയ ക്ലെയിമല്ല, സ്ക്രാച്ചൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അത് അവർ വിളിച്ചിട്ട് കൊണ്ട് കൊടുക്കുന്ന ആ ക്ലെയിമുകൾ പോലും നേരെ ചെയ്തിട്ട് ക്ലെയിം ചെയ്ത് അവർ പൈസ കറക്റ്റായിട്ട് എടുക്കും. നമുക്ക് കസ്റ്റമറിന് ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്ന രീതിയിൽ അവർ ചെയ്യുന്നില്ല. എല്ലാ സർവീസിനും ഇത് തന്നെയാണ് അവസ്ഥ. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഷോറൂമിൽ കൊണ്ടു കൊടുക്കുക, അവിടെ നിന്ന് ആൾ വന്നോ ക്ലിയർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വേഗണറാണ്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ദിവസം വന്ന ആ പൊടിയും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അവരെ നമ്മൾ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇത് ക്ലിയറാക്കി തന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഏതാണ് ആ പ്രമുഖ കമ്പനിയെന്നും അപ്പോൾ ഇതിനകത്ത് നമുക്ക് സർവീസ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. എന്തായാലും നമുക്ക് വാഹനത്തിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണാം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ്. അതായത് ഫ്രണ്ട് സീറ്റിൻ്റെ സൈഡിലിരിക്കുന്ന ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അഥവാ ഡസ്റ്റ് അല്ല, ഇവർ പെയിൻറ്റ് ചെറിയ രീതിയിൽ എന്തോ ചെയ്തതിന് ശേഷം അത് റബ്ബ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആ പൊടിയും നമ്മുടെ വാഹനത്തിനകത്ത് വെച്ചിട്ടാണ് തന്നേക്കുന്നത്. നമുക്ക് തുടച്ച് മാറ്റാവുന്നേ ഉള്ളൂ. പക്ഷേ അത് ശരിയല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു വണ്ടി സർവീസിന് കൊടുക്കുമ്പോഴത്തേക്കും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ അവർ ചെയ്തു തരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ AC-യുടെ ഫിൽറ്ററൊക്കെ ഇതിനകത്താണ്, ക്യാബിൻ ഫിൽറ്റർ ഇതിനകത്താണ് വരുന്നത്. ആ ക്യാബിൻ ഫിൽറ്റർ അഴിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെയും അതിനകത്തുള്ള പൊടി പോലും തട്ടിക്കളഞ്ഞിട്ടില്ല. എന്നിട്ട് അതിൻ്റെ അടപ്പ് പോലും നേരെ അടയ്ക്കാതെയാണ് തിരിച്ചു വിട്ടത്. ഞാൻ രാവിലെ ഒന്ന് എടുത്ത് അടച്ചു വെച്ചതാണ്. ഇതിലൊക്കെ ഇരിക്കുന്ന പൊടിയുണ്ടോ? ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഓരോ സംഭവങ്ങൾ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും 1-2 ദിവസമെല്ലാം എടുത്തിട്ട് കംപ്ലീറ്റ് പൊടിയാണ്. പൗഡർ തട്ടിയിട്ടേക്കുന്നൊന്നുമല്ല, ഇത് ഒരു വണ്ടി ഗ്ലാസ് എന്തൊക്കെ തുറന്നിട്ട് പണി ചെയ്തതാണ്. ഇൻറ്റീരിയർ പക്കയായിട്ട് കൊടുത്തു വിട്ട വണ്ടിയാണ്. സ്റ്റിയറിംഗ് വീലിൽ എല്ലാം മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ രാത്രി മനസ്സിലാക്കാൻ സാധിക്കും. അവർ വേറെ ഏതോ വണ്ടിയിൽ പെയിൻറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് സ്പ്രെഡായി വന്ന് ഗ്ലാസ്സിൽ പെയിൻറ്റ് പിടിച്ചിട്ടുണ്ട്. ഇത് ബാക്ക് സീറ്റിൽ കംപ്ലീറ്റ് പൊടിയാണ്. ഇന്നലെ സർവീസ് കഴിഞ്ഞ് വന്ന വണ്ടിയാണ്.
നമ്മൾ സർവീസിന് കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് പോളിഷ് ചെയ്ത കണ്ടീഷനിൽ കൊടുത്തു വിട്ട വണ്ടിയാണ് ഇൻറ്റീരിയർ. ഇപ്പോൾ വന്നപ്പോഴത്തേക്കും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇൻഷുറൻസ് ക്ലെയിമിൽ സ്ക്രാച്ചൊക്കെ റിമൂവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് കമ്പനിക്കാർ വിളിക്കുമ്പോൾ വാഹനം നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വണ്ടീൻ്റെ പണിയെല്ലാം ക്ലിയർ ആണോ, കറക്റ്റ് ചെയ്തിട്ടുണ്ടോ, വാഹനമെല്ലാം നമ്മൾ കൊടുത്തതുപോലെ തന്നെയാണോ തിരിച്ച് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടത്, ഇത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ ഈ കംപ്ലൈൻറ്റൊക്കെ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്ത് തന്നതിന് ശേഷം നമ്മൾ ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്. ട്രൈം പച്ചി ബസ് ചാനൽ ബൈ അരുൺ. ബൈ.